മോഹൻലാലിൻ്റെ നഗ്ന ഫോട്ടോസ് തൻ്റെ കയ്യിലുണ്ട് എന്നും ആവശ്യം വന്നാൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്പം വീരവാദം ഒഴുക്കിയ സന്തോഷ് വർക്കിക്ക് ഇല്ലെങ്കിൽ ആറാട്ടണ്ണന് 8ൻ്റെ പണി കിട്ടിയിരിക്കുക. അയാളും അയാളുടെ സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഒരു ട്രാൻസ്ജെൻഡറിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന വാർത്ത വന്നിട്ടിരിക്കുകയാണ്. അവരുടെ പേരിൽ കേസും എടുത്തിട്ടുണ്ട്. സന്തോഷ് വർക്കി ഇല്ലെങ്കിൽ ആറാട്ടണ്ണന് അവൻ്റെ കൂടെയുള്ള ഒരു പ്രാന്തൻ അലിൻ ജോസ് പെരേര, ഇവരൊക്കെ യൂട്യൂബേഴ്സിനെ നാണക്കേടുണ്ടാക്കാനും വായിൽ തോന്നുന്ന ഭ്രാന്തികൾ വിളിച്ചു പറഞ്ഞ് ആളുകളെ കൂട്ടിയില്ലെങ്കിൽ ഇവരെന്തൊക്കെയോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്ന ആളുകളുമാണ്. കുറച്ചു കാലം മുന്നേ സമാനമായ അവസ്ഥയിൽ ഇവരുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇവരുടെ ഒപ്പം ഒരു ഷോർട്ട് ഫിലിമിൽ പങ്കെടുത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പേരിൽ ആ പെൺകുട്ടി ഒരു ആരോപണമൊക്കെ കുറേ യൂട്യൂബ് ചാനലുകാരുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇതടുത്ത ആളാണ്. അപ്പോൾ ആരും അധികം കേട്ടിട്ടില്ലാത്ത ഒരു സംവിധായകൻ, വിനീത് എന്നൊക്കെയാണ് പേര്, അങ്ങനെ ഇവരെല്ലാവരും കൂടി കഥ പറയാനാണ് എന്ന ഭാവേന ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ വ്യക്തി താമസിക്കുന്ന വീട്ടിൽ ചെല്ലുകയും സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അതിൻ്റെ ഒരു ഭാഗം എന്നോണം ഒരവസരമുണ്ടാക്കി ഇവരുടെ കൈകൾ സൂത്രത്തിൽ അല്ലെങ്കിൽ അതിബുദ്ധിപൂർവം പതിയെ കസേരയിൽ എവിടെയോ ബന്ധിച്ച് നിർത്തി. അതായത് സിനിമയുടെ കഥ ഇങ്ങനെയാണ്, ഇതിനിടയിൽ ഇങ്ങനെ കാണിക്കുന്നു, കൈ കെട്ടിയിടുന്നു, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കൈകൾ കെട്ടി. അപ്പോൾ പിന്നീട് ഈ വ്യക്തിക്ക് പ്രതികരിക്കാനോ ഓടി രക്ഷപ്പെടാനോ പറ്റാത്ത ഒരവസ്ഥയിൽ ഇവർ കൂട്ടം ചേർന്ന് റേപ്പ് ചെയ്തെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് വന്നേക്കുന്ന ആരോപണം, ഒന്ന് പ്രകൃതി വിരുദ്ധ പീഡനം, വീട്ടിൽ അതിക്രമിച്ച് കയറുന്നു, അതോടൊപ്പം വന്നേക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് നേരെയുള്ള അതിക്രമം, ഇങ്ങനെ നിരവധി വകുപ്പുകൾ കൂടി ചേർന്നിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ശല്യം പിടിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന സിനിമാ മേഖലയിലുള്ള എല്ലാവരും ആണും പെണ്ണും നാറിയിട്ടിരിക്കും. ഇതുങ്ങളെല്ലാം വളരെ അവസരം കിട്ടിയാലാണ് നിങ്ങൾ പെണ്ണിനെ പീഡിപ്പിക്കും, ആണുങ്ങളെയും പീഡിപ്പിക്കും, ആ ഒരു തരത്തിലുള്ള വാർത്തകൾ. രഞ്ജിത്തുമായിട്ടുള്ള ഇഷ്യൂസ് ഒരു നടി വന്ന് പറഞ്ഞു, അതോടൊപ്പം അടുത്ത ഒരു യുവാവ് വന്ന് അവനെ പീഡനത്തിന് ഇരയാക്കിയെന്ന് പറയുന്നു. അപ്പോൾ വന്ന് ഈ സാംസ്കാരിക കേരളത്തിൽ ആളുകളൊക്കെ മൃഗങ്ങളെക്കാൾ അധപതിച്ചു എന്ന് തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോണത്. അതായത് പണ്ടൊക്കെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തു, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചെന്നുള്ളൂ. ഇപ്പോൾ ഇത് പെണ്ണല്ലെങ്കിൽ ആണായാലും മതി, ഇനി ഇതൊന്നും അല്ലെങ്കിലും പട്ടിയും പൂച്ചയും മതി എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് നമ്മുടെ വലിയ വലിയ ആളുകളാന്ന് പറയുന്നവന്മാർ പോണേ. പിന്നെ ഈ സന്തോഷ് വർക്ക് ഉൾപ്പെടെ ഈ പൊട്ടന്മാരെ ആരും ഒരു യൂട്യൂബേഴ്സായിട്ട് പോലും വിവരമുള്ള ആരും അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ചവറുകളൊക്കെ എവിടെ പോയി കേസുണ്ടാക്കിയാൽ ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഇവരൊക്കെ വലിയ എന്തോ ആളാണ്, ഫിലിം റിവ്യൂ പറയുന്ന രീതിയിലേക്കുള്ള ആളുകളാണ് എന്നുള്ള രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്ന യാതൊരു നിലവാരവുമില്ലാത്ത കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. കാരണം ഇവരൊന്നും ഒരാൾ പോലും അറിയപ്പെടാതെ എവിടെയോ ഒതുങ്ങിപ്പോകേണ്ട ആളുകൾ ഇവരെ കളിയാക്കിയും ഇവരുടെ നെഗറ്റീവിനെ കുറിച്ച് പറഞ്ഞു ഓഡിയൻസ് ഉണ്ടാക്കി. ഇപ്പോൾ ഇവരൊക്കെ എന്തോ സംഭവമാണ്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരുപാട് ആളുകൾ അറിയപ്പെടുന്ന ആളുകളാണ്, സിനിമയിലെ വലിയ ആളുകളാണ്, സിനിമയെക്കുറിച്ച് റിവ്യൂ പറയുന്നവരാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഈ ചെറ്റകളൊക്കെ വളർത്തിക്കൊണ്ട് വന്ന് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന കുറേ ഊളകളായിട്ടുള്ള ആളുകളെയും കുറച്ച് യൂട്യൂബേഴ്സിനെ നമ്മൾ ശരിക്കും വിമർശിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള കൃമികീടങ്ങൾക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്ത ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ കുറേ യൂട്യൂബേഴ്സിനാണ്. ഏത് പൊട്ടനെയും ഏത് ഭ്രാന്തിനെയും ആരാധിക്കുന്ന രീതിയിലേക്ക്, അതുപോലെ തൊപ്പി ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ, തെറി മാത്രം പറഞ്ഞ് വിജയിക്കുന്ന കുറേ ആളുകൾ, ഇവരുടെയൊക്കെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല, പ്രശസ്തി എന്നും പ്രശസ്തിയാണ് എന്ന തരത്തിലേക്ക് വളർത്തിയെടുത്ത നമ്മുടെയൊക്കെ ആളുകളെ പറഞ്ഞാൽ മതി. എന്തായാലും ഇവർക്കൊന്നും മതിയായ ശിക്ഷ കിട്ടാഞ്ഞിട്ടാണ്, അതായത് ഏത് പീഡനത്തിലും മതിയായ ശിക്ഷ ലഭിക്കാഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള സമാനമായ അല്ലെങ്കിൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ഇടയിലൊക്കെ ആവർത്തിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനൊക്കെ ശിക്ഷ എടുത്തു, ഒരാഴ്ച റിമാൻഡ് ചെയ്തു, ഇല്ലെങ്കിൽ ഒരു കേസ് എടുത്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു, ഇല്ലെങ്കിൽ അല്ലാതെ വിട്ടു, തെളിവില്ലാതെ വിട്ടു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കൂടുതൽ അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും മറ്റ് മനുഷ്യർക്ക് നേരെയും നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നല്ല ശിക്ഷ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി അതിന് പറ്റത്തില്ലെങ്കിൽ ഇവരെയൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ കൂടി ആളുകൾ ശ്രമിക്കണം. അല്ലാത്തത്രയും കാലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും അറുതി വരികയുമില്ല. ഇതൊക്കെ വെറുതെ ഗോസിപ്പ് കോളങ്ങളിലോ ഏതെങ്കിലുമൊക്കെ വാർത്തയിൽ 2 ദിവസം കണ്ടു, 3-ാം ദിവസം പുതിയ വിഷയം കിട്ടുമ്പോൾ പോകുന്നു. അതിലുപരി ഇതിനൊക്കെ കൃത്യമായിട്ട് ശിക്ഷ നേടിക്കൊടുക്കുന്ന കാര്യത്തിലേക്ക്
നമ്മൾ എന്നാണ് വളരുന്നത്? ഇല്ലെങ്കിൽ അങ്ങനെ വളരുമ്പോൾ മാത്രമേ ഇതിനൊക്കെ ഒരു അവസാനം വരികയുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ന്യൂസായിട്ട് തീരുന്നു. പുതിയ വിഷയം കിട്ടുമ്പോൾ ചാനലുകാർ, യൂട്യൂബേഴ്സ് അതിൻ്റെ പുറകെ പോകുന്നു. അടുത്ത ദിവസം പുതിയൊരു വിഷയം വരുന്നു. ഇങ്ങനെ കുറ്റകൃത്യങ്ങളെ ആഘോഷിച്ച് ഇല്ലെങ്കിൽ അതിന് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാത്രമാണ് നമ്മുടെ സമൂഹം ഇന്ന് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരേ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്, എല്ലാ ദിവസവും ആഘോഷിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള കിട്ടുന്ന ആളുകൾക്കൊക്കെ ചീപ്പ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും അതൊരു പബ്ലിസിറ്റി ആണെന്ന് തങ്ങളെ ആളുകൾ അറിയപ്പെടുന്നു എന്ന രീതിയിലേക്കൊക്കെ ഇവർ വളരുന്നതിനുള്ള കാരണം ഇവർക്കൊന്നും ശിക്ഷ കിട്ടാഞ്ഞിട്ടാണ്. മാതൃകാപരമായ ശിക്ഷ ഇവർക്കെല്ലാം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്.